ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്. ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളൊരു റിയാക്ട് ഫ്രെയിംവർക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫ്രെയിംവർക്കിന്റെ പേര് Next.js എന്നാണ് പറയുന്നത്. സോ Next.js എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് വെബ് ഡെവലപ്മെന്റ് ഫ്രെയിംവർക്കാണ് ബേസ്ഡ് ഓൺ റിയാക്ട്. ഓക്കെ, ഒരു റിയാക്ട് ഫ്രെയിംവർക്കാണ്. ആക്ച്വലി നമ്മൾ അത് വെബ്സൈറ്റിന് വേണ്ടിയാണ് നമ്മൾ ഈ Next.js നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ Next.js വളരെ പോപ്പുലർ ആണ് ബിക്കോസ് ഓഫ് ദിസ് വെബ്സൈറ്റ് ഡെവലപ്മെന്റ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് ഇതിന്റെ പറയുന്നത് സെർവർ സൈഡ് റെൻഡറിങ് ആണ്. പിന്നെ ഉള്ളത് എൻഹാൻസ്ഡ് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ, SEO എന്ന് പറഞ്ഞത്. ഈ രണ്ട് ഫീച്ചേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. സെർവർ സൈഡ് റെൻഡറിങ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ റിയാക്ട് JS നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കോമ്പോണൻസ് എല്ലാം ഈ ക്ലയന്റ് സൈഡ് റെൻഡറിങ് ആണ്. ഇപ്പൊ ക്ലയന്റ് സൈഡ് റെൻഡറിങ് ആകുമ്പോൾ ഈ സെർവർ സൈഡ് റെൻഡറിങ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ സെർവർ സൈഡ് റെൻഡറിങ് ആണ് കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ടുള്ളത്. അതായത് കോമ്പോണൻസ് റെൻഡർ ചെയ്യുന്നത് സെർവർ സൈഡിലായിരിക്കും Next.jsനകത്ത്. പിന്നെ ഇതിനകത്ത് Next.jsനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ബിൽഡ് ഇൻ റൗട്ടിംഗ് ഉണ്ട്. ഇപ്പൊ മേക്കിംഗ് ഇറ്റ് സിമ്പിൾ ടു ക്രിയേറ്റ് ഡൈനാമിക് റോഡ്സ്. നമുക്ക് ഇതിനകത്ത് ഡൈനാമിക് റോഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് നാവിഗേഷനും ഹാൻഡിൽ ചെയ്യാനും പറ്റും. ഓക്കെ, സോ prerequisites ടു ലേൺ Next.js. സോ Next.js പഠിക്കാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? നമുക്കൊന്ന് 3 കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. HTML, CSS ആൻഡ് ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ECMAScript 6 ഉള്ള ആയിരിക്കണം. പിന്നെ ഉള്ളത് റിയാക്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് Next.js യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അടുത്തത് Node.js അല്ലെങ്കിൽ Node.js നമുക്ക് വേണം. കാരണം സെർവർ സൈഡ് നമുക്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് Node.js വേണം. സോ വൈ ലേൺ Next.js? അത് വളരെ എളുപ്പമാണ്. ബിൽഡ് ഇൻ റൗട്ടിംഗ് ആൻഡ് SSR. ഓക്കെ, സെർവർ സൈഡ് റെൻഡറിങ്ങും പിന്നെ ബിൽഡ് ഇൻ റൗട്ടിംഗ് ഉണ്ട്. റിയാക്ടിനകത്ത് നാറ്റീവ് റൗട്ടിംഗ് ഇല്ല. പക്ഷെ നമുക്ക് Next.jsനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബിൽഡ് ഇൻ റൗട്ടിംഗ് ഉണ്ട്. അതുപോലെ നമുക്ക് സെർവർ സൈഡ് റെൻഡറിംഗ് ഉണ്ട്, ഇംപ്രൂവിംഗ് പെർഫോമൻസ് ആൻഡ് SEO. പിന്നെ ഫാസ്റ്റർ ഡെവലപ്മെന്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് SEO, സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ, വളരെ ഉപയോഗമുള്ളതാണ് Next.jsനകത്ത്. പിന്നെ ഇതിനകത്ത് എൻവയോൺമെന്റ് സെറ്റപ്പിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് Next.jsനകത്ത് പറയുന്നത് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സെർവർ സൈഡ് റെൻഡറിങ്, സ്റ്റാറ്റിക് സൈറ്റ് ജനറേഷൻ, ഓട്ടോമാറ്റിക് കോഡ് സ്പ്ലിറ്റിംഗ്, ഡേറ്റ ഫെച്ചിങ്, റൗട്ടിംഗ്, അങ്ങനെ പല ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് Next.js വേഴ്സസ് റിയാക്ട്. ഓക്കെ, Next.jsഉം റിയാക്ടും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ Next.js എന്ന് പറഞ്ഞാൽ ഫ്രെയിംവർക്കാണ്, റിയാക്ട് ഫ്രെയിംവർക്കാണ്. റിയാക്ട് എന്ന് പറയുന്നത് ഒരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി. ലേണിംഗ് കർവ് എന്ന് പറഞ്ഞാൽ സ്റ്റീപ്പർ ആണ്. അതായത് കുറച്ച് ഈ അഡീഷണൽ ഫീച്ചർ കാരണം നമുക്ക് കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ട് പഠിക്കാനുണ്ട്. റിയാക്റ്റിലാകുമ്പോൾ വളരെ എളുപ്പമാണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ലെസ് ഫ്ലെക്സിബിൾ ആണ്. പിന്നെ റിയാക്ട് എന്ന് പറഞ്ഞാൽ മോർ ഫ്ലെക്സിബിൾ. കോഡ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ലെസ് കോഡ് നീഡഡ്, മറ്റേത് മോർ കോഡ് നീഡഡ്. കാരണം എക്സ്റ്റേണൽ ലൈബ്രറീസ് വേണം റിയാക്ടിനകത്ത്. ലെസ് കോഡ് നീഡഡ് എന്ന് പറയുന്നത് Next.jsനകത്ത് നമുക്ക് ബിൽഡ് ഇൻ ഫീച്ചേഴ്സ് ഒക്കെ എല്ലാം ഉണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കൊമേഴ്സ്, മാർക്കറ്റിംഗ്, വെബ്സൈറ്റ്സ്, ബ്ലോഗ്സ്. റിയാക്ട് എന്ന് പറയുന്നത് കോംപ്ലക്സ് വെബ് ആപ്ലിക്കേഷൻ, സോഷ്യൽ മീഡിയ, ഡാഷ്ബോർഡ്. അതിന് വേണ്ടിയാണ് നമ്മൾ റിയാക്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾ geeks4geeks.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും. പിന്നെ Next.jsന്റെ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആണ് nextjs.org. ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ദ റിയാക്ട് ഫ്രെയിംവർക്ക് ഫോർ ദ വെബ് ആണ്. ഓക്കെ, വാട്ട്സ് ഇൻ Next.js. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഇതിനകത്ത് നോക്കാം. ഓക്കെ, സോ എങ്ങനെ നമുക്ക് Next.js നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ലോക്കൽ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. സോ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. സോ ഗെറ്റ് സ്റ്റാർട്ടഡിനകത്ത് വാട്ട് ഈസ് Next.js ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇൻസ്റ്റാളേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ടെർമിനൽ npx create next app at latest, ഇങ്ങനെ ഒരു കോഡ് നമ്മൾ കോപ്പി ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഫോൾഡർ പാത്തിലേക്ക് വരിക. ഫോൾഡർ പാത്ത് നിങ്ങൾ എവിടെയാണോ പ്രോജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണം അവിടെ നിങ്ങൾ പാത്ത് എടുത്തിട്ട് CMD എടുക്കുക. CMD എടുത്തിട്ട് നമ്മൾ npx create next app latest എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓൺ ഇൻസ്റ്റാളേഷൻ യു വിൽ സീ ദ ഫോളോയിങ് പ്രോംപ്റ്റ്സ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും.
നമ്മൾ ഇവിടെ എന്താ ഓക്കെ ടു പ്രൊസീഡ് യെസ് എന്ന് പറഞ്ഞു കൊടുക്കാം. വാട്ട് ഈസ് യുവർ പ്രോജക്റ്റ് നെയിംഡ്? അപ്പോൾ മൈ ആപ്പ് എന്ന് പറഞ്ഞാണ് ഡീഫോൾട്ട് ആയിട്ട് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് നെയിം എടുക്കാം, Next.js beginner. വുഡ് യു ലൈക്ക് ടു യൂസ് ടൈപ്പ് സ്ക്രിപ്റ്റ്? നിങ്ങൾക്ക് നോ എടുക്കാം അല്ലെങ്കിൽ എസ് എടുക്കാം. ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അതിന്റെ പ്ലേലിസ്റ്റ് നോക്കാം. സോ ഞാനിവിടെ ടൈപ്പ് സ്ക്രിപ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ടൈപ്പ് സ്ക്രിപ്റ്റ് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് നോ എടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് JS വെച്ചിട്ട് പോവാം. ഞാനിവിടെ ടൈപ്പ് സ്ക്രിപ്റ്റ് ആയിരിക്കും എടുക്കുന്നത്, എസ് എടുക്കാം. വുഡ് യു ലൈക്ക് ടു യൂസ് ESLint? യെസ് എടുക്കുക. വുഡ് യു ലൈക്ക് ടു യൂസ് Tailwind CSS? നിങ്ങൾക്ക് Tailwind CSS യൂസ് ചെയ്യണമെന്ന് അത് ചോദിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ നോ എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ വുഡ് യു ലൈക്ക് ടു യൂസ് SRC ഡയറക്ടറി എന്ന് പറയുന്ന SRC/ഡയറക്ടറി വേണമെന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ നോ എന്ന് കൊടുക്കാം. വുഡ് യു ലൈക്ക് ടു യൂസ് ആപ്പ് റൗട്ടർ? ആപ്പ് റൗട്ടർ റെക്കമെൻഡഡ് എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ആപ്പ് റൗട്ടർ മസ്റ്റ് ആയിട്ട് ഇവിടെ വേണം. ഇല്ലെങ്കിൽ നോ എന്ന് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ആപ്പ് റൗട്ടർ നിങ്ങൾ ഡീഫോൾട്ട് ആയിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഇടേണ്ടി വരും. സോ ഞാൻ ഇവിടെ യെസ് എന്ന് പറഞ്ഞു കൊടുക്കാം, അതാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് വരും. യു ലൈക്ക് ടു കസ്റ്റമൈസ് ദ ഡീഫോൾട്ട് alias @*. അത് വേണമെങ്കിൽ നമുക്ക് നോ എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പം നമ്മൾ ഇത്രയും ഡിപ്പെൻഡൻസീസ് ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. റിയാക്ട് DOM, നെക്സ്റ്റ് എല്ലാം ഇതിനകത്ത് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ Next.js beginner എന്ന് പറയുന്ന ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഫോൾഡർ ഇവിടെ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, അത് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഞാനിവിടെ ഓപ്പൺ വിത്ത് കോഡ്, ഇത് ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്യും. ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ Next.js പ്രോജക്റ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, നമ്മുടെ നോഡ് മോഡ്യൂൾസ് എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ Next.jsന്റെ ഒരു പ്രോജക്റ്റ് സ്ട്രക്ചറാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഒരു ആപ്പ് ഫോൾഡർ ഉണ്ട്, ആപ്പ് ഫോൾഡറിനകത്ത് കുറേ ഫയൽസ് ഉണ്ട്, അതിന് നോഡ് മോഡ്യൂൾസ് ഉണ്ട്, പിന്നെ ESLint RC എന്ന് പറഞ്ഞുകൊണ്ട് അത് ECMAScriptന്റെ ഒരു JSON ഫയലാണ്. പിന്നെ env.d.ts ഇത് ടൈപ്പ് സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് ഈ ഫയൽ ജനറേറ്റ് ചെയ്ത് വരും. നിങ്ങൾ JS ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഫയലായിരിക്കില്ല കാണുന്നത്. പിന്നെ അതുപോലെ കോൺഫിഗ് ഉണ്ട്, പാക്കേജ് JSON ഉണ്ട്, TS കോൺഫിഗ് ഫയലുണ്ട്. സോ ഇതാണ് നമ്മുടെ Next.jsന്റെ പ്രോജക്റ്റ് സ്ട്രക്ചറും എങ്ങനെയാണ് നമ്മൾ ലോക്കലി ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് Next.jsനെ കുറിച്ച് പഠിക്കാം. ഓക്കെ.